സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ്. ഒരു ബിസിനസ് ആകുമ്പോൾ ഏതൊക്കെ സോഷ്യൽ മീഡിയാസ് വേണം, ഈ ഓരോ സോഷ്യൽ മീഡിയാസ് നമുക്ക് എങ്ങനെയാണ് ബെനിഫിറ്റ് തരുന്നത്, അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെ യൂസ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നോക്കാം അല്ലെ. അപ്പോ എന്താണ് സോഷ്യൽ മീഡിയാസ്? ഓക്കെ, സോഷ്യൽ മീഡിയാസ് ഇതാണ് നമ്മുടെ ഈ വീഡിയോ ഹെഡ് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് എടുക്കാം, എല്ലാവർക്കും ഇന്ന് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റാഗ്രാം അല്ലെ. ഇന്ന് നമ്മൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഇന്നുണ്ട് അല്ലെ. നമ്മുടെ ഓഡിയൻസ് ആയിക്കോട്ടെ, നമ്മുടെ സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, താരങ്ങൾ എല്ലാവരും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ഇൻസ്റ്റാഗ്രാം വളരെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അതിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാം അല്ലെ. അപ്പോ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം സത്യത്തില് ഒരു വളരെ എന്താ പറയാ, യങ്സ്റ്റേഴ്സിന്റെ ഇടയിലും ഇന്നിപ്പോ മുതിർന്ന ആളുകളുടെ ഇടയിലൊക്കെ വളരെ നല്ല രീതിയിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകളാണ്. പല രീതിയിലുള്ള കണ്ടന്റ് ക്രിയേഷനിലൂടെയും പല ആളുകൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടൊക്കെ നമുക്ക് ഇതിന് ഫെമിലിയർ ആണ് അല്ലെ. അപ്പൊ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഈ പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓഡിയൻസിനെ ഈസി ആയിട്ട് അട്രാക്ട് ചെയ്യാനും ഈ ഒരു പ്ലാറ്റ്ഫോം തന്നെ നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ സാധിക്കും, ഫോളോവേഴ്സിനെ ആ രീതിയിലേക്ക്. കാരണം നിങ്ങളെ ഇഷ്ടപ്പെട്ട് വരുന്ന ഓരോ ആളുകളും നിങ്ങളുടെ ഫോളോവർ ആയിട്ട് മാറുമ്പോൾ അത് ഫ്യൂച്ചറിൽ നിങ്ങളുടെ കസ്റ്റമർ ആയിട്ട് വരികയും ചെയ്യും. അപ്പം എങ്ങനെ നിങ്ങളുടെ ഫോളോവറെ കസ്റ്റമർ ആക്കി മാറ്റാം അതൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, ആ ഫോളോ ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാ ഒരാൾ വെറുതെ വന്നിട്ടും ഫോളോവർ ആവും അല്ലെ. നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും അറിയില്ലെങ്കിലും അത് ഫോളോവർ ആവും. അപ്പൊ അങ്ങനെ വരുന്ന ആളുകളെ പോലും നമുക്ക് എങ്ങനെ ഫ്യൂച്ചറിലേക്ക് കസ്റ്റമർ ആക്കി മാറ്റാം, അതിനൊക്കെ പവർഫുൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ആണ്. അപ്പൊ ഒരു അടുത്ത 10 വർഷം കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു ഓഡിയൻസ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കസ്റ്റമർ ആയിട്ട് വരും. അപ്പോൾ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് കൂടുതലും വീഡിയോക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. പല ബിസിനസ് ഓണേഴ്സും ഈ പ്ലാറ്റ്ഫോമിനെ യൂസ് ചെയ്യുന്നത് അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള നല്ല ടെസ്റ്റിമോണിയൽസ് അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ഇൻഫർമേഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പലതും പബ്ലിഷ് ചെയ്തിട്ട് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത, നമുക്ക് സ്റ്റോറി ഷെയർ ചെയ്യാൻ പറ്റും, റീൽസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും, ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും, കൊളാഷുകൾ അപ്ലോഡ് ചെയ്യാൻ പറ്റും. പബ്ലിക്കിന് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാൻഡിംഗ് പേജിലേക്ക് വരും. പിന്നെ നമുക്ക് ബയോ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കസ്റ്റമേഴ്സിനെ വെച്ചിട്ട് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡേൺ പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത്. ഇതിന്റെ തന്നെ കൂടെ ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ത്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതും കുഴപ്പമൊന്നുമില്ല, നല്ല പ്ലാറ്റ്ഫോമാണ്. ഇത് ഇപ്പോ അധികം ആളുകൾ വല്ലാണ്ടൊന്നും യൂസ് ചെയ്യുന്നില്ല. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിച്ച് തുടങ്ങാവുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. ഓട്ടോമാറ്റിക് ഇതിലിടുന്ന വീഡിയോസ് ഇതിലും കൂടി പോകുന്ന ലെവലിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, പിന്നെ ഈ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇതായിരിക്കും അതിന്റെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നോർമൽ ഈ സൈസിലൊക്കെ തന്നെ പോസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു കാര്യം. പിന്നെ ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഹാഷ്ടാഗുകൾ യൂസ് ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട ഹാഷ്ടാഗ് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്, പോസ്റ്റ് കൺസെപ്റ്റ്, റീൽ കൺസെപ്റ്റ്, ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. നമ്മുടെ പ്രൊഫൈലിന്റെ താഴത്ത് തന്നെ, ബയോന്റെ താഴത്ത് ഇപ്പൊ ഇങ്ങനെ നമുക്ക് വരും. ഇവിടെ നെയിം വരും. ഓക്കെ, ഇവിടെ ബയോ ഡീറ്റെയിൽസ് വരും. ഇവിടെ നമുക്ക് ലിങ്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഇതുപോലുള്ള റൗണ്ട് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യും, നിങ്ങളുടെ ഹൈലൈറ്റുകൾ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ ലൈവ് വർക്ക്ഷോപ്പുകളിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പൊ നിങ്ങൾ വീഡിയോ കാണാൻ ഡൗട്ട് ഉള്ളത് നിങ്ങൾക്ക് എന്റെ അടുത്ത് ഡയറക്റ്റ് ആസ്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ താഴെയാണ് നമുക്ക് വീഡിയോ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ ഇവിടെ പോസ്റ്റ്, റീല്, അതുപോലെ തന്നെ കുറച്ചുകൂടെ ഒക്കെ റീച്ച് ആയിട്ടുള്ള അക്കൗണ്ട് ആണെങ്കിൽ ഇവിടെ പുതിയ ഓപ്ഷൻസ് ഒക്കെ വരും. ഓക്കെ, അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സേവ് ചെയ്ത് വെക്കാനും ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ കുറച്ച് പേർക്കുള്ള ഡൗട്ട് ഈ ഇൻസ്റ്റാഗ്രാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതാണ്. ഇൻസ്റ്റാഗ്രാം ആക്ച്വലി നമുക്ക് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള സപ്പോർട്ടുകൾ തരുന്നുണ്ട്. കാരണം നമ്മളൊരു റീലോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാം എന്ത് ചെയ്യും, നമുക്ക് ആകെയുള്ള പണി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ അപ്ലോഡ് ചെയ്യുക. ഈ 2 പണി പല ബിസിനസ് ഓണേഴ്സിനും ഭയങ്കര മടിയാ ചെയ്യാം. എന്നാൽ ഇത് ചെയ്താലാണ് അവർക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ളത് അവർ തിരിച്ചറിയുന്നില്ല. ഇത് രണ്ടും ചെയ്ത് ഇൻസ്റ്റാഗ്രാമിന് കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം തന്നെയാണ് അത് ഓരോരുത്തരിലേക്കും സ്പ്രെഡ് ചെയ്യുന്നത്. നിങ്ങൾ മാനുവലി ഒരു നോട്ടീസ് എടുത്ത് ഇറങ്ങുകയാണെങ്കിൽ മിനിമം 10 പേര് അപ്പോഴേക്കും നിങ്ങൾക്ക് അറിയിച്ചിട്ടുണ്ടാവും. അവിടെ ഇൻസ്റ്റാഗ്രാമിന്റെ AI സിസ്റ്റം അൽഗോരിതം ചെയ്യും, നമുക്ക് വേണ്ടിയിട്ട് ഇതിന്റെ എക്സാക്ട് ഓഡിയൻസിലേക്ക് ഇതിനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും. അപ്പൊ ഒരേ സമയം 1000 പേരും 2000 പേരും ലക്ഷക്കണക്കിന് പേര് കാണും. അപ്പൊ അങ്ങനെ കാണുന്ന ഒരു സിസ്റ്റത്തിനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഉപയോഗിക്കായിരുന്നു നമുക്ക് തന്നെ നഷ്ടം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നോർമലി ഒരു പോസ്റ്റോ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നല്ലൊരു വീഡിയോ ഉണ്ടാക്കുക, നല്ലൊരു ടെക്സ്റ്റും കണ്ടന്റൊക്കെ വെച്ചിട്ട്
അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, കീവേഡുകൾ എന്ത് ചെയ്യണം, ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഓക്കെ, കീവേഡ്സ് ആഡ് ചെയ്യാം, ഹാഷ്ടാഗുകൾ ആഡ് ചെയ്യാം, പിന്നെ ടെക്സ്റ്റ്, അതർ ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങുന്ന ടെക്സ്റ്റുകൾ കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അതിന്റെ കൂടെ തന്നെ ലൊക്കേഷൻ കൊടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ഏത് ലൊക്കേഷനിലാണ് ഈ വർക്ക് ചെയ്തത്. ഇപ്പൊ നിങ്ങളൊരു ഗേറ്റിന്റെ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ, നിങ്ങളിപ്പോ ഒരു കാലിക്കറ്റ് ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ ലൊക്കേഷൻ നിങ്ങൾ പ്ലേസ് ചെയ്യുക. ആ ലൊക്കേഷൻ ബേസ് ചെയ്തുള്ള ഹാഷ്ടാഗുകൾ കൊടുക്കുക. നിങ്ങളുടെ പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തുള്ള ഹാഷ്ടാഗ്, ഗേറ്റ് അല്ലെങ്കിൽ ഹോം അങ്ങനെയൊക്കെയുള്ള കീവേഡുകൾ കൊടുക്കുക. അത് എവിടേക്കാണ് അതുമായിട്ട് ബന്ധപ്പെടുന്ന രീതിയിൽ. ഹാഷ് കാലിക്കറ്റ്, ഹാഷ് ഗേറ്റ്, ഹാഷ് ടുഡേ വർക്ക്, അല്ലെങ്കിൽ ടുഡേ അങ്ങനെ ഹാഷ്ടാഗുകൾ യൂസ് ചെയ്യുക. ഒരു 5 മതി. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ അൾട്ടിമേറ്റ് എന്താ വെച്ചാൽ ഡെയിലി നിങ്ങൾ എന്തെങ്കിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അപ്പൊ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല വീഡിയോസിന്റെ കൂടെ തന്നെ നല്ല ടെക്സ്റ്റുകളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ സബ് ടൈറ്റിൽസ് കൊടുക്കാൻ പറ്റും, നല്ല മ്യൂസിക് കൊടുക്കാൻ പറ്റും, നല്ല ട്രെൻഡിങ് മ്യൂസിക്കുകൾ കൊടുക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമിൽ വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ അൾട്ടിമേറ്റ് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അതിൽ എഡിറ്റിംഗ് ടൂൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് ഓരോ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ കാണുക. എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ടൂൾ ഉണ്ട്, എഡിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടൂൾസ് ഉണ്ട്. അത്തരം ടൂളുകൾ നിങ്ങൾ പഠിക്കുക. അപ്പൊ സോഷ്യൽ മീഡിയാസ് എന്ന് പറയുന്നതിൽ ഫസ്റ്റത്തെ പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റാഗ്രാം. ഓക്കെ, ഇത് ക്ലിയർ ആയില്ലേ? ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് ഫേസ്ബുക്കിന്റെ തന്നെ ടൂളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അപ്പോ ഈ ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോം നമ്മൾ ശരിയായിട്ട് നിങ്ങളുടെ ബിസിനസ്സിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിറയെ മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. കാരണം ഇതിൽ വൈറലാവാൻ ശ്രമിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഒരു 100 വീഡിയോ അപ്ലോഡ് ചെയ്ത് ഒരു മാറ്റവും ഇല്ല, ഫോളോവേഴ്സും ഇല്ല, റീച്ചും ഇല്ല, അങ്ങനെ ഇരിക്കാൻ വിചാരിക്കാം. ചിലപ്പം ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഒരു 5 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമോ, ഇതെന്താ റീച്ച് കൂടാത്തത്, ഇതെന്താ കമന്റ് വരാത്തത്, എനിക്ക് ഫോളോവേഴ്സ് ഒന്നും വരുന്നില്ലല്ലോ. നിങ്ങൾ 5 ഒതുക്കരുത്. ഇതൊരു പ്രോസസ്സാണ്. ഞാൻ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചെയ്ത് പോവാ. ഇൻസ്റ്റാഗ്രാമിനെ ഇങ്ങനെ വിശ്വസിപ്പിക്കുക, ഞാൻ റെഡിയാണ്, ഞാൻ നല്ല സർവീസ് കൊടുക്കാൻ തയ്യാറാണ്, എൻ്റെ അടുത്ത് പ്രൊഡക്റ്റുകളുണ്ട്, ഞാൻ നന്നായിട്ട് ചെയ്യും, ഞാൻ എത്ര ആൾ വന്നാലും. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ നിങ്ങളുടെ വിസിബിലിറ്റി കൂട്ടുക, അസറ്റുകൾ ഇട്ടുകൊണ്ട്. അത് ചിലപ്പോൾ 5 ആവും, ചിലപ്പോൾ അത് 50 ആവും, ചിലപ്പോൾ അതൊരു 60 ആവും, ചിലപ്പോൾ അത് 100 ആവേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഇടയിൽ ഒന്നും റിസൾട്ട് കിട്ടണമെന്നില്ല. ചിലവർ നന്നായിട്ട് ചെയ്യും, ചിലവർ ചിലപ്പോൾ റെഡി ആവില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ദ പ്രോസസ്. ഓക്കെ, ട്രസ്റ്റ് ദ പ്രോസസ്. ചിലപ്പോൾ 101ാമത്തെ ഒരു വീഡിയോ കുറച്ച് ആളുകൾ കണ്ടപ്പോൾ അതെന്ത് ചെയ്യും, കമന്റ് ചെയ്യൂ. അപ്പൊ ചിലപ്പോൾ അത് അവർക്ക് ഉപയോഗപ്പെടുന്നു തോന്നിയപ്പോൾ അവരെന്ത് ചെയ്തു, അവരുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും അയച്ചു കൊടുത്തു. ചില ആളുകൾ ഇതിൽ വന്ന് കമന്റ് ഇട്ടു, ചില ആളുകൾ സേവ് ചെയ്ത് വെച്ചു. സേവ് ചെയ്യുന്ന ഒരു ബട്ടൺ, ഇങ്ങനെ ഒരു ബട്ടൺ ഉണ്ട് അല്ലെ, ഇങ്ങനെ ഒരു ബട്ടൺ ഉണ്ട്. അപ്പൊ ഷെയർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബട്ടൺ ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ അപ്പൊ ഓരോ സംഭവങ്ങളുണ്ട്. അപ്പൊ ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ക്ലിക്ക് ചെയ്യുമ്പോഴും സേവ് ചെയ്യുമ്പോഴൊക്കെയാണ് നമ്മുടെ വീഡിയോസ് കൂടുതൽ വൈറലാവുന്നതും ഇൻസ്റ്റാഗ്രാം തന്നെ ഏറ്റെടുത്ത് അത് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കുന്നതും. ഇപ്പൊ കണ്ടില്ലേ, മെസ്സി ഒരു ഗോൾ അടിക്കുന്ന വീഡിയോ, അല്ലെങ്കിൽ നെയ്മർ ഒരു ഗോൾ അടിക്കുന്ന വീഡിയോ, അല്ലെങ്കിൽ ക്രിസ്ത്യാനോ കളിക്കുന്ന നല്ല ഡ്രിബ്ലിംഗ് ഒക്കെ ചെയ്ത്, അപ്പൊ അതൊക്കെ എന്ത് ചെയ്യും, ആളുകൾക്ക് ഇഷ്ടമായതുകൊണ്ട് എന്ത് ചെയ്യും, ഫെമിലിയർ ആയിട്ടുള്ള ആളുകളാവുമ്പോൾ അത് ഇൻസ്റ്റാഗ്രാം തന്നെ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, ആളുകളിലേക്ക് എത്തിക്കും. അപ്പോൾ ഫെമിലിയർ ആയി കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം പിന്നെ നമുക്ക് വേണ്ടി പണിയെടുക്കാം. അപ്പൊ ഫെമിലിയർ ആവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ചിലപ്പോൾ 101ാമത്തെ വീഡിയോ കയറിയിട്ട് അങ്ങോട്ട് എന്ത് ചെയ്യും, കുറെ ആളുകൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്ന ഓഡിയൻസ് ഈ 5 വീഡിയോയും കാണും, 50 വീഡിയോയും കാണും, 60 കാണും, 100 കാണും. അപ്പൊ ഇതിലൊക്കെ പണ്ട് 2 വ്യൂസ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ഇതിലൂടെ ആളുകൾ വന്നിട്ട് ഇതൊക്കെ കാണുമ്പോൾ ഇതെന്ത് ചെയ്യും, കൂടുതൽ വ്യൂസ് ആവും. അങ്ങനെ എല്ലാ വീഡിയോസും റീച്ച് ആവുന്ന സമയത്ത് നിങ്ങളുടെ കണ്ടന്റുകളുടെ വാല്യൂ കൂടും, നിങ്ങളുടെ ഫേസ് കൂടുതൽ ആളുകൾ കാണും, അതിലൂടെ നിങ്ങൾക്ക് നല്ല വാല്യൂ കിട്ടും, ക്രെഡിബിലിറ്റി കിട്ടും, ആളുകൾ നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങും. അപ്പൊ വീഡിയോയിലൂടെ മാത്രമേ ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ നമ്മളെ. അങ്ങനെ അറിയുന്ന സമയത്ത് അവർക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യും. കാരണം നിങ്ങളുടെ ഒരു വീഡിയോ കണ്ടു, 2 വീഡിയോ കണ്ടു, 3 കണ്ടു, ഒരു 3-4 കാണുമ്പോൾ തന്നെ അവരെന്ത് ചെയ്യും, നമ്മളെ മൈൻഡിൽ ഫീഡ് ചെയ്യും. ഈ ഫീഡ് ചെയ്യുന്ന ആളുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ വീഡിയോ കണ്ടന്റുകൾ ഇഷ്ടമായി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, നമ്മളെ സേവ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, ഫോളോ ചെയ്യും. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഈ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ബെനിഫിറ്റുകൾ കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതിനെ ശരിയായി നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പൊ ഇതിന്റെ കൂടുതൽ വീഡിയോസ് അല്ലെങ്കിൽ ഇതിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
ഇൻസ്റ്റാഗ്രാമിൽ തന്നെ പോയി കഴിഞ്ഞാൽ കിട്ടും. എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ ഇതിൽ നല്ലതാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വരുന്നത് നല്ലതാണ്. അപ്പൊ അതേമാതിരി തന്നെ നിങ്ങൾ എന്താ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നോ അത് എന്ത് ചെയ്യും, ഇൻസ്റ്റാഗ്രാം തന്നെ നിങ്ങളുടെ എക്സാക്ട് ഓഡിയൻസിനെ കാണിച്ചു കൊടുക്കും. അപ്പൊ നമ്മൾ ആ ഒരു തിയറി മനസ്സിലാക്കുക, ഇതാണ് റിയാലിറ്റി. അതുകൊണ്ടാണ് ഓരോ ഇൻഫ്ലുവൻസറും ഒരു 0യിൽ നിന്ന് തുടങ്ങിയിട്ട് അവന് 1000 ഫോളോവേഴ്സ് കിട്ടും, 2000 ഫോളോവേഴ്സ് കിട്ടും, പിന്നെ അതെന്ത് ചെയ്യും, ലക്ഷങ്ങളും 10,000ങ്ങളൊക്കെ ആവുന്നത് അവർ ഇൻസ്റ്റാഗ്രാമിനെ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ സ്റ്റെക്ക് ആവരുത്, കണ്ടിന്യൂ ചെയ്ത് പോവാ, ഒരിക്കലും അതെത്തും. അപ്പൊ 0യിൽ നിന്ന് തുടങ്ങിയ ഒരു ഇൻഫ്ലുവൻസർക്ക് അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റർക്ക് 100, 1000, 10,000 ലക്ഷങ്ങളും ഫോളോവേഴ്സും റീച്ചും ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും കിട്ടും. ഓക്കെ. അപ്പൊ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു മികച്ച മാർക്കറ്ററായിട്ടും പ്രൊമോട്ടറായിട്ടും ക്രിയേറ്ററായിട്ടും നിങ്ങൾ മാറാൻ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് റിസൾട്ട് ചെയ്ത് നിങ്ങൾ എക്സാക്ട് ഓഡിയൻസിനെ നിങ്ങളിലേക്ക് എത്തിക്കും. ഓക്കെ. അപ്പൊ ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ. പിന്നെ ത്രെഡും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. കൂടുതൽ നിങ്ങൾ ഇതിന്റെ കൂടെ അത് ചെയ്തോളൂ, നോ പ്രോബ്ലം. ത്രെഡ് ഓക്കെ, അത് ത്രെഡ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം, രണ്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ യൂസ് ചെയ്യാം, ലാപ്പിൽ യൂസ് ചെയ്യാം, മൊബൈലിൽ യൂസ് ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്ക് പറയാനുള്ളത് ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ, അൾട്ടിമേറ്റ് ഇതിൽ വീഡിയോസ് ഇട്ടിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ പറയുള്ളൂ. വീഡിയോസ് ഇടുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുക. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ സോഷ്യൽ മീഡിയ കയറി കഴിഞ്ഞാൽ പോസ്റ്റ് ആണോ നോക്കുക, വീഡിയോ ആണോ നോക്കുക. അപ്പൊ നിങ്ങൾ അതാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സ്, നിങ്ങൾക്ക് നാളെ വരാനുള്ള ഓഡിയൻസും അത് തന്നെ ചെയ്യുന്നത്, വീഡിയോസ് ഇരുന്ന് കാണുമായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അവരുടെ ആ ദുർബലതയെ നിങ്ങൾ ഉപയോഗിക്കാൻ തയ്യാറാവുന്ന സമയത്ത് നിങ്ങളിലേക്ക് ഒരുപാട് ഓഡിയൻസ് വരും. കാരണം ഇൻസ്റ്റ എന്നൊക്കെ പറയുന്നത് ഒരു യങ് ജനറേഷന്റെ ഒരു കലവറയാണ്. അതിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചില്ല, നിങ്ങളുടെ ബിസിനസ്സിൽ നിറയെ ബിസിനസ് വരും. കാരണം ഇപ്പൊ നിങ്ങൾക്ക് എത്ര വയസ്സായി എന്നുള്ളത് മാറ്റർ അല്ല. കാരണം നിങ്ങൾക്ക് ഇനി ഒരു വർഷം കഴിഞ്ഞാലും ഇനി അങ്ങോട്ടും ഏറ്റവും കൂടുതൽ ഓഡിയൻസും കസ്റ്റമർ ആവേണ്ടത് ഈ യങ് തലമുറകളാണ്. അപ്പൊ അവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് അത് ഇഷ്ടമല്ല എന്നുകൊണ്ട് കാര്യമില്ല, നിങ്ങളുടെ കസ്റ്റമറിന് എന്ത് വേണോ അതിനനുസരിച്ച് നിങ്ങൾ മാറുക. ഓക്കെ. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എന്ത്, ഫേസ്ബുക്ക്. ഓക്കെ. ഫേസ്ബുക്ക് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ആണ് വേണ്ടത്. ഈ അക്കൗണ്ടിലൂടെ മാത്രമാണ് നിങ്ങൾക്കൊരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഫേസ്ബുക്കിന്റെ ഫുൾ ഫങ്ഷൻസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫേസ്ബുക്കിൽ ഒരു പേജും ഇൻസ്റ്റയിലെ പേജും തമ്മിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫേസ്ബുക്കിൽ ഇടുന്ന പോസ്റ്റ് ഓട്ടോമാറ്റിക് ഇൻസ്റ്റയിലും പോകും, ഇൻസ്റ്റയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റയിൽ ഇടുന്ന പോസ്റ്റും വീഡിയോസും ഇതിലും ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് പ്രൊഫഷണൽ ആയിട്ട് മാറ്റണമെങ്കിൽ ഇത് കണക്ട് ചെയ്യണം, അഡ്വർടൈസ്മെന്റുകൾ റൺ ചെയ്യണമെങ്കിൽ ഇത് കണക്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇത് കണക്ട് ചെയ്ത ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ നിങ്ങൾ ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോൾ അതേ എമൗണ്ട് തന്നെ ഇൻസ്റ്റയിൽ പോകും. മറ്റേത് കണക്ട് ചെയ്യാതെ ചെയ്യുകയാണെങ്കിൽ സെപ്പറേറ്റ് ഇൻസ്റ്റയിൽ സെപ്പറേറ്റ് എമൗണ്ടും ഫേസ്ബുക്കിൽ സെപ്പറേറ്റ് എമൗണ്ട് വെച്ച് നിങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് തന്നെ നഷ്ടം. അപ്പോ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ എനിവേ, ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതിന്റെ സെപ്പറേറ്റ് ലെസൺസ് ഞാൻ അതിൽ കാണിക്കുന്നുണ്ടായിരിക്കും. അപ്പോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ആദ്യത്തെ ഒരു നല്ല പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക്. ഇതിന് ശേഷമാണ് ഇൻസ്റ്റഗ്രാം വന്നതും വാട്സപ്പ് ഒക്കെ മെറ്റ ഏറ്റെടുത്ത് വന്നിട്ടുള്ളത്. മെറ്റ എന്നുള്ളൊരു ബ്രാൻഡ് നെയിമിൽ വന്നത്. ഫേസ്ബുക്ക് എന്ന് പറയുമ്പോൾ പണ്ടത്തെ ഒരു തലമുറ ഉണ്ടല്ലോ, 90s 80s എന്ന് പറയുന്ന തലമുറ, 90s 80s, ഇതവരാണ് ഇതിനെ തുടക്കം കുറിച്ചത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതാണുള്ളത്. ഇപ്പൊ പുതിയതായിട്ട് വരുന്ന 2K പിള്ളേരൊന്നും ഇതിൽ കുറവാണ്. അപ്പോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 2K പിള്ളേരെ ടാർഗറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് വല്ലാണ്ട് ഉപയോഗിക്കേണ്ട. ഇത്ര ആളുകൾ അതിൽ നിറയുന്നുണ്ട്. പിന്നെ കുറച്ച് പേരൊക്കെ ഇതിലേക്ക് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് ഫ്യൂച്ചറിലേക്ക് വന്നോളും. ഓക്കെ. കാരണം കാലത്തിനനുസരിച്ച് ഇത് വരും. കാരണം 2K പയ്യൻ ഒരു അരുൺ എന്ത് ചെയ്യുന്നു, ഒരു ബിസിനസ് തുടങ്ങുക. അവന്റെ ബിസിനസ് എന്ന് പറയുന്നത് ചെറുപ്പക്കാർക്കുള്ള ബിസിനസ് മാത്രമല്ല, ഒരു കണ്ണട ബിസിനസ്സാണ് തുടങ്ങുന്നത്. കണ്ണട ബിസിനസ് ചെറുപ്പക്കാർ മാത്രമാണോ? എല്ലാവരും 80s 90s കണ്ണിന് ബുദ്ധിമുട്ടുള്ളവരൊക്കെ മേടിക്കും. അപ്പൊ ഈ 2K പയ്യൻ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ഇൻസ്റ്റാഗ്രാമും തുടങ്ങണം, ഫേസ്ബുക്കും തുടങ്ങണം. അതുപോലെ തന്നെയാണ് പല ആളുകളും തുടങ്ങുക. അപ്പോൾ അത് ശ്രദ്ധിക്കാം. അപ്പൊ പറയണത് നമുക്ക് ഈ ജനറേഷൻ അനുസരിച്ചിട്ടും ഈ പല പ്ലാറ്റ്ഫോമുകളും കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അതും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ഓരോ പ്രൊഡക്റ്റ് അതിനനുസരിച്ച് വേണം പല പ്ലാറ്റ്ഫോമുകളിലും നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യാനും ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാനും. ഏത് ടൈപ്പ് ഓഫ് ഓഡിയൻസിനാണോ വേണ്ടത് അതിനനുസരിച്ച് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാം. ചിലപ്പോൾ ഇത് മാറും കുറച്ച് ചെയ്യുമ്പോൾ. അപ്പൊ പിന്നെ നമുക്ക് അതപ്പം നോക്കാം. ഓക്കെ. അപ്പൊ ഫേസ്ബുക്ക് എന്ന് പറയുമ്പോൾ പേജും അക്കൗണ്ടാണ്. നമുക്ക് ഏതൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴും അത് എന്ത് ചെയ്യണം,
നല്ലൊരു കവർ പേജ് വേണം അല്ലെ. പിന്നെ നിങ്ങളുടെ പേര്, പിന്നെ നിങ്ങളുടെ ഫോളോവേഴ്സ്, മറ്റു കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കും. അതിൽ സെറ്റിംഗ്സ് ഉണ്ടാവും. വാട്സപ്പ് നിങ്ങൾ കണക്ട് ചെയ്യണം, ഇൻസ്റ്റാഗ്രാം കണക്ട് ചെയ്യണം, പിന്നെ നിങ്ങൾ പോസ്റ്റുകൾ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ റീല് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം അല്ലെ. റീൽ അപ്ലോഡ് ചെയ്യാം, പോസ്റ്റ് അപ്ലോഡ് ചെയ്യാം, സ്റ്റോറി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സ്റ്റോറി ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. കമന്റുകളോ അല്ലെങ്കിൽ മെസ്സേജൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇല്ലാത്ത സമയത്ത് ഈ പ്ലാറ്റ്ഫോം തന്നെ മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻ അത് ഇൻസ്റ്റാഗ്രാമിലുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ പറ്റും. പിന്നെ ഇതിൽ നമുക്ക് നമ്പേഴ്സ് കൊടുക്കാം, നമ്മുടെ ലൊക്കേഷൻ കൊടുക്കാം, ഇൻസ്റ്റ മറ്റുള്ള അക്കൗണ്ടുകൾ കണക്ട് ചെയ്യാം. പിന്നെ ഇതിൽ തന്നെ പല കാറ്റഗറികളുണ്ട്. അപ്പൊ നിങ്ങളൊരു ഇൻഷുറൻസ് ബിസിനസ് ആണ് ചെയ്യുന്നത്, അത് സർവീസ് ഓറിയന്റഡ് ആണ്. അപ്പൊ നിങ്ങളൊരു പെന്നാണ് സെല് ചെയ്യുന്നതെങ്കിൽ അത് പ്രൊഡക്റ്റ് ബിസിനസ് ഓറിയന്റഡ്. അപ്പൊ ഓരോ പ്രൊഡക്റ്റിനനുസരിച്ചിട്ടും ഇതിന്റെ ഡിസ്പ്ലേ നമുക്ക് മാറ്റാൻ പറ്റും, അതിന്റെ സ്ട്രക്ചർ മാറ്റാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻസ് അറേഞ്ച് ചെയ്യുന്ന പോലെ ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. ഇപ്പൊ ഒരു ഫുഡ് ബിസിനസ് ആണ് ചെയ്യുന്നത്, ഹോട്ടലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ അതിനനുസരിച്ചിട്ട് നിങ്ങൾ മെനു പോലെ കാണിക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങളൊരു ഡോക്ടർ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് അതിന് മാറ്റാം. അതൊക്കെ അതിലുള്ള ഓപ്ഷൻ അതിലുണ്ട്. പിന്നെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഓക്കെ, അപ്പോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്. കാരണം ഇതിലാണ് മെറ്റ ഉള്ളത്, മെറ്റ ബിസിനസ് സ്യൂട്ട് കാര്യങ്ങൾ. പിന്നെ ഇതിൽ ഫേസ്ബുക്കിൽ നിന്നും ഇൻസ്റ്റഗ്രാമിലേക്ക് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന പോകണമെന്നുണ്ടെങ്കിൽ മെറ്റ ബിസിനസ് സ്യൂട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണുള്ളത്. മെറ്റ ബിസിനസ് സ്യൂട്ട് അത് കറക്റ്റ് ആയിട്ട് എഴുതാം, പലർക്കും അറിയുന്നുണ്ടാവും. ഒന്ന് മെറ്റ ബിസിനസ് സ്യൂട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇതിലാണ് കൂടുതൽ ഓപ്ഷൻസ് ഉള്ളത്. അതായത് നമ്മുടെ ഫേസ്ബുക്ക് പേജിന്റെ ഉള്ളിലേക്ക് ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് പല കാര്യങ്ങളും ചെയ്യണമെങ്കിൽ എല്ലാ കാര്യങ്ങളും കിടക്കുന്നത് മെറ്റ ബിസിനസ് സ്യൂട്ടിന്റെ ഉള്ളിലാണ്. ഇവിടെ നിന്നാണ് നമുക്ക് എത്ര പോസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പുതിയ പോസ്റ്റുകൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ സാധിക്കുന്നത്, ഇൻസ്റ്റാ ഫേസ്ബുക്ക് കണക്ട് ചെയ്യുന്നത്, വാട്സപ്പ് കണക്ട് ചെയ്യുന്നത്, പല കാര്യങ്ങളും ഇവിടെയാണ്. നമുക്കിപ്പോൾ അഡ്വർടൈസ്മെന്റ് ചെയ്ത് ലീഡ്സ് ഒക്കെ കിട്ടണമെങ്കിൽ ലീഡ് സെന്റർ ഇതിന്റെ ഉള്ളിലാണ്. നിങ്ങളിത് ഓപ്പൺ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ്, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മുന്നേ ഇതായിരുന്നു ഉണ്ടായിരുന്നത്, പിന്നെ ഇതിപ്പോ ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിലാണ് നമുക്ക് ആരെങ്കിലും കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, മെസ്സേജ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതിൽ തന്നെ നമുക്ക് ഒരു 30 പേജ് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, വ്യത്യസ്തമായിട്ടുള്ള നിങ്ങളുടെ തന്നെ ബിസിനസ്. അതൊക്കെ നിങ്ങൾക്ക് ഈ ഒറ്റ പ്ലാറ്റ്ഫോമിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരൊറ്റ ഇതിൻ്റെ ഉള്ളിൽ ആരോ മാർക്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ 30 പേജും വരും. ആ 30 പേജിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഏതാണോ നിങ്ങൾക്ക് വേണ്ടത്, ഇപ്പൊ ഈ പേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ എന്ത് ചെയ്യും, ഇതേമാതിരി ഡിസ്പ്ലേ ചെയ്ത് വരും. പെട്ടെന്ന് ഇത് വേണം, അപ്പൊ ഇത് ഇവിടെ ഡിസ്പ്ലേ, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട് ഇതില്. അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒരൊറ്റ ഡിസ്പ്ലേ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഈ മെറ്റ ബിസിനസ് സൂട്ട് തന്നെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം വരെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പോസ്റ്റ് ചെയ്യുന്നതും സ്റ്റോറി ചെയ്യുന്നതും അതിൽ വരുന്ന കമന്റും മെസ്സേജും ഒക്കെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പൊ ഇൻ കേസ് ഒരു ചെറിയ ടാസ്ക് സ്റ്റാഫിനൊക്കെ കൊടുക്കുകയാണെങ്കിലും പേജിന്റെ ആക്സസുകൾ അഡ്മിൻ റോൾ ആയിട്ടും മാനേജർ റോൾ ആയിട്ടൊക്കെ നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഫേസ്ബുക്കിനെ കുറിച്ച് വിട്ടു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാം, നിങ്ങൾ ചെയ്യുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. മാത്രമല്ല ഇത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് യൂസർ നെയിം പാസ്വേഡ് ഒന്നും ഉണ്ടാവില്ല, അക്കൗണ്ടിന്റെ പാസ്വേഡ് തന്നെയാണ് ഇതിന് വരുന്നത്. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഇതില് വേറെ കാര്യങ്ങൾ കുറെ ഗ്രൂപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പണ്ട് കാലങ്ങൾക്കൊക്കെ ഇറങ്ങിയ സമയത്ത്. അപ്പൊ അതിലൊക്കെ പോയാൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള ആക്ടിവിറ്റികൾ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ അഡ്വർടൈസ്മെന്റ് ചെയ്യുകയാണെങ്കിലും ഇതിൽ അങ്ങനെയുള്ള കുറെ ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ നന്നായിട്ട് ശരിയായിട്ട് ഉപയോഗിക്കാം. പിന്നെ മോണിറ്റൈസ് ചെയ്യുന്ന ഓപ്ഷൻ ആണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിൽ നോർമലി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും, റീലായിട്ടും അപ്ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ കുറെ ഡീറ്റെയിൽസ് പറഞ്ഞല്ലേ. അപ്പൊ ഞാൻ ഇതിങ്ങനെ ഓരോന്ന് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ കുറച്ച് ഡീറ്റെയിൽസ് അധികം കിട്ടാൻ തന്നെയാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. കാരണം ചിലപ്പോൾ കുറച്ച് ആളുകൾ കുറച്ച് അറിയുന്നവരായിരിക്കും, ചിലപ്പോൾ അത് കുറച്ച് കൂടുതൽ അറിഞ്ഞാൽ പുതിയതായിട്ട് എന്തെങ്കിലും ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടാവും. മാത്രമല്ല ചില ബിസിനസ്സിന് ചിലപ്പം അറിയാത്തത് കൊണ്ട് നിങ്ങൾ ചെയ്യാതിരിക്കുന്ന ആളുകളുണ്ടാവും. അപ്പൊ പല ടൈപ്പ് ബിസിനസ് കാറ്റഗറി ഉണ്ടല്ലോ അല്ലെ. നോക്കുകയാണെങ്കിൽ കഫേ ഉണ്ട്, അല്ലെങ്കിൽ റെസ്റ്റോറന്റ് ഉണ്ട്, അതുപോലെ ഓൺലൈൻ സർവീസ്, ഇ കൊമേഴ്സ്, ഇങ്ങനെ പല ടൈപ്പ് ബിസിനസ്സുകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നത് അതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ഇൻഫർമേഷൻ. കാരണം നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇതിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടണം അല്ലെ. അപ്പൊ ലിങ്ക് എങ്ങനെയാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ലിങ്ക് ചെയ്യുന്നതെന്നും മറ്റു തുടർന്നുള്ള അഡ്വർടൈസ്മെന്റ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതൊക്കെ ഇത് കഴിഞ്ഞിട്ടുള്ള പല വീഡിയോസിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണുക. ഒരു തവണ കാണരുത്, 2 തവണ, 3 തവണ, 4 തവണ കാണുക. കാരണം നിങ്ങളൊരു ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു തവണ കണ്ടുകൊണ്ടത് മനസ്സിലാവണമെന്നില്ല. ഒന്നിലധികം തവണ നിങ്ങളത് കണ്ടിട്ട് മാത്രം ഇത് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം വെച്ചാൽ ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു
ഒരു വർഷത്തേക്ക് 2 വർഷത്തേക്ക് ഇത് മാത്രം വലിയ അപ്ഡേഷൻ ഒന്നും വരാനില്ല. ഓക്കെ, അപ്പൊ ഇത് പഠിക്കാനാണ് നിങ്ങൾ ഇത്രയും നാളും വെയിറ്റ് ചെയ്തത്, സമയം കൊടുത്ത് അയ്യോ അത് പഠിക്കണ്ട എനിക്കിപ്പോ സമയമില്ല, ഞാൻ അത് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റെക്ക് ആവുന്നുണ്ട്. ഇപ്പൊ ടോട്ടലി എന്തായി, നിങ്ങളുടെ കോമ്പറ്റീറ്റർ എല്ലാം കൊണ്ടുപോയി നിങ്ങൾ സ്റ്റെക്ക് ആയില്ലേ. അപ്പൊ ഇനിയെങ്കിലും കറക്റ്റ് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പൊ ഫേസ്ബുക്ക്, അപ്പൊ നമുക്ക് ഫേസ്ബുക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ഏതാണ്? ഇതൊക്കെ കറക്റ്റ് യൂസ് ചെയ്യാൻ പറഞ്ഞത്. ഇതിലാണ് നിങ്ങളുടെ കസ്റ്റമർ ഉള്ളത്. ഇതിൽ നിങ്ങൾ മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പകുതി ടെൻഷൻ